Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to me. എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോസ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആരാണ് ബിഗ് ബോസിൽ കപ്പ് കൊണ്ടുപോവുക? അതാണ് ഇപ്പോഴത്തെ തർക്ക വിഷയം. അനുമോളാണോ അനീഷാണോ കപ്പ് കൊണ്ടുപോകുന്നത്? ഇതാണ് ഇപ്പോഴത്തെ തർക്ക വിഷയം ബിഗ് ബോസിൽ. അതിപ്പം ബിഗ് ബോസിന്റെ ഉള്ളില് അനീഷും അനുമോളും ഒരു കുഴപ്പമില്ല, നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോരോ സംഭവത്തിനനുസരിച്ചുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമെങ്കിലും മുന്നോട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പക്ഷെ പുറത്തുള്ള ഈ ഒരു ആർമിക്കാരാണ് കുഴപ്പം. അതായത് ജനത്തിന്റെ പിന്തുണ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നത് അനീഷിനാണ്. അതുകൊണ്ട് തന്നെ അനുമോളുടെ ആർമിക്കാർക്ക് നല്ല പേടിയുണ്ട്, അനീഷ് എങ്ങാനും കപ്പടിച്ചുകൊണ്ട് പോകും എന്നുള്ളത്. ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കാൽക്കുലേഷനിൽ പറയുകയാണെങ്കിൽ അനീഷോ അനുമോളോ ഇല്ലെങ്കിൽ ഷാനവാസോ ഈ 3 പേരിൽ ഒരാളായിരിക്കും കപ്പും കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ ഇടയിലായിട്ട് ഔട്ടായി പോകുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അനീഷിന് കുറച്ചും കൂടി ജനപ്രീതി മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അനുമോൾ ആർമിക്ക് അപ്പോൾ ഒരു പേടിയുണ്ട്, അനീഷ് എങ്ങാനും കപ്പ് കൊണ്ടുപോകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അനുമോൾ ആർമീൻ്റെ ഈ ഒരു കടന്നുകയറ്റം അനീഷിന്റെ ബ്രദറിന്റെ തലയിൽ കൂടിയൊക്കെയാണ് ഇപ്പം കണ്ടുവരുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നല്ല രീതിയിൽ PR വർക്ക് ചെയ്ത് ഇവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകല്ലേ വേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞും കുത്തിത്തിരിച്ചുവാണോ ഈ ഒരു PR വർക്ക് മുന്നോട്ട് ചെയ്യേണ്ടത്? നല്ല രീതിയിൽ PR വർക്ക് മുന്നോട്ട് ചെയ്ത് ആർക്കാണോ പിന്തുണ കിട്ടുന്നത് അവരെയല്ലേ ബിഗ് ബോസ് വിജയിപ്പിക്കേണ്ടത്. ബിഗ് ബോസിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് തീരുമാനിക്കും. എത്രയൊക്കെ നിങ്ങൾ ആർമി കളിച്ചാലും ബിഗ് ബോസ് തീരുമാനിക്കും. എത്രയൊക്കെ ആർമി കളിച്ചിട്ടോ PR വർക്ക് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഒരുമാതിരിയൊക്കെ ജനപിന്തുണയൊക്കെ നോക്കും. പക്ഷെ എന്നാലും കപ്പ് ആര് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ ഫൈനൽ ഡിസിഷൻ ചെയ്യുന്നത് ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ബിഗ് ബോസിന് മാത്രമേ അറിയുള്ളൂ. അതൊന്നും ഫുള്ളായിട്ട് പുറത്തേക്ക് ഇവർ വിടാറില്ല. ഇപ്പം ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യം തന്നെയാണെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞു ഇത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന്. അവിടെ നിന്ന ആൾക്കും പറയാനുള്ള ധൈര്യമില്ല. കാരണം അനുമോള് ഒന്ന് കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അനുമോളുടെ നേരെ എത്രയാ ഫയർ ചെയ്തത് മോഹൻലാലിനെ വെച്ചിട്ട്. അപ്പൊ മോഹൻലാൽ വരെ ഈ ഒരു ബിഗ് ബോസിന്റെ കയ്യിലെ ഒരു എന്താ പറയാ, അവര് ചലിപ്പിക്കുന്നതനുസരിച്ച് ചലിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ആർക്കും ഇതൊന്നും പറയാനുള്ള ഒരു ധൈര്യമില്ല. ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസും ടീമും ആണ് തീരുമാനിക്കുന്നത്. അവിടെ വേറെ ആർക്കും വലിയ റോളൊന്നും ഇല്ല. അതിന്റെ ഒരു ഇപ്പൊ നടന്ന സംഭവമാണ്. അഭിലാഷ് പുറത്തു വന്നു കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജിസയിലും ആര്യനും തമ്മിൽ നല്ല രീതിയിൽ അങ്ങനെയുള്ള ബന്ധമുണ്ട്. അത് പുതപ്പിനടിയിലായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുതപ്പ് മാറ്റിക്കഴിഞ്ഞാലേ അത് പബ്ലിക് ആക്കാൻ പറ്റുള്ളൂ. അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റുന്നത് പുതപ്പ് മാറ്റിക്കഴിഞ്ഞാലേ ഉള്ളൂ എന്ന്. അപ്പം ഇവർക്കെല്ലാം അറിയാം ഇത്. അപ്പം ഈ ഒരു ബിഗ് ബോസിലുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്ത് പുറത്തു പോകണം, എങ്ങനത്തെ രീതിയിൽ പുറത്തു പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കപ്പ് ആര് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നതും ഫൈനലായിട്ട് ബിഗ് ബോസ് തന്നെയാണ്. ഈ ഒരു ലാലേട്ടനെ കൊണ്ട് അനുമോളെ അത്രയും ഫയർ ചെയ്യിപ്പിച്ചതും ഈ ഒരു ബിഗ് ബോസ് തന്നെയാണ്. അവരൊരുപാട് തെരഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഇതുവരെ കണ്ടില്ല എന്ന്. പക്ഷെ ഇതിനുള്ളിൽ നിൽക്കുന്ന എല്ലാവരും കാണുന്നുണ്ട് ആര്യനും ജിസേലും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ളത്. അപ്പൊ ഒന്ന് നമ്മള് ഈ ഒരു ആർമിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്നതൊക്കെ വെറുതെയാണ്. ഈ ഒരു 100 ദിവസം ഇതിന്റെ ഉള്ളിൽ 3 മാസത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നതിന് എന്തിനാണ് ഇത്ര തല്ലുപിടിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിനുള്ളിൽ കയറിയിട്ടുള്ള മെമ്പേഴ്സിന്റെ കാര്യം തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ്. അത് വേറെ ആരുമല്ല, PR വർക്കും ഒന്നുമല്ല. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് തീരുമാനിക്കും ഇവിടെ ആര് വിന്നർ ആവണം, വിന്നർ ആവണ്ട, ആര് പുറത്ത് പോകണം, ആരകത്ത് നിൽക്കണം എന്നുള്ളതൊക്കെ ബിഗ് ബോസ് തീരുമാനിക്കും. ഇപ്പൊ അഭിലാഷിനെ വിക്റ്റ് ചെയ്തത് അതൊരു ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അഭിലാഷ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. പക്ഷെ അവിടെ ബിഗ് ബോസ് അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് പറയും ജന പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ് പുറത്തേക്ക് പോയെന്നൊക്കെ. അതങ്ങനെയല്ല. ബിഗ് ബോസ് ആണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈവൻ മോഹൻലാലിന്റെ കാര്യങ്ങൾ പോലും മോഹൻലാൽ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് പോലും ബിഗ് ബോസ് ആണ്. ഇതൊരു റിയാലിറ്റി ഷോ ആണ്. അങ്ങനെ കണ്ടാലേ
അങ്ങനെ കണ്ട് മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് കൊള്ളാം. ഇവരിവിടെ ഈ 3 മാസം ഇതിനോട് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളിവിടെ പൊരിഞ്ഞടി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരർത്ഥവും ഇല്ല. എനിക്ക് ഇതൊക്കെയാണ് ഇതിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ളത്. ബിഗ് ബോസ് ഒരുപാട് എല്ലാ എപ്പിസോഡും കാണുന്ന അല്ലെങ്കിൽ എല്ലാ സീസണും കണ്ട ഒരു വ്യക്തിയൊന്നുമല്ല. എന്നാലും ഇപ്പോഴത്തെ ഇതുവരെയുള്ള പോക്കൊക്കെ കണ്ട് നോക്കുമ്പം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസേ ശരണം. എന്തായാലും ഈ ഒരു ബിഗ് ബോസിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള അതേ അഭിപ്രായമാണോ നിങ്ങൾക്ക് തോന്നിയത് എന്ന് വെച്ചാൽ അതോ അല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ ചാനലിലെ വീഡിയോസ് കാര്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോസ് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.